നമ്മുടെ നാടുകളിലുള്ള ഒരു പള്ളിയിലേക്ക് നാം പ്രവേശിച്ചാൽ 100 ആൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 ആളേ മക്കം കണ്ട ആളുണ്ടാവുകയുള്ളൂ. 90 ആളും മക്കം കാണാത്ത ആളാണ്. അവിടെയാണ് നമുക്ക് ഈ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ദമ്മാമിൽ ജീവിക്കുന്ന, റിയാദിൽ ജീവിക്കുന്ന, എത്രയോ ജിദ്ദയിൽ വരെ ജീവിക്കുന്ന എത്രയോ മുസ്ലിങ്ങളാകുന്ന മലയാളികൾ കാബം കാണാത്തവരുണ്ട്, മദീന കാണാത്തവരുണ്ട്. മലയാളികളെ കുറിച്ചാണ് ചർച്ച. അറബികളെ കുറിച്ച് പോകട്ടെ, നമ്മെക്കുറിച്ച് ചർച്ച ചെയ്യാമല്ലോ. അതെ, എന്നിട്ട് കണ്ടാൽ തന്നെ വില മനസ്സിലാക്കാത്തതായ കാബത്തിൻ്റെ പരിസരത്തിൽ താമസിക്കുന്ന ഒരു മലയാളി 7 കൊല്ലം താമസിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ഹജ്ജ് ചെയ്തിട്ടില്ല. താമസിക്കുന്ന എവിടെയാണ്? കാബത്തിൻ്റെ പരിസരത്തിലാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ 6 കൊല്ലം മദീനയിൽ താമസിച്ചിട്ട് മദീനത്തെ പള്ളിയിൽ കടക്കാത്തതായ മലയാളികളെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അതിനൊക്കെ വേണം ഭാഗ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ തുടങ്ങി വെച്ചതായ ആയത്തിൽ പറഞ്ഞതുപോലെ ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഉണ്ടായാൽ പോരാ. ബുദ്ധി എല്ലാവർക്കുമുണ്ട്. മനുഷ്യന്മാർക്കൊക്കെ ബുദ്ധിയുണ്ട്, ജിന്നുകൾക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ അള്ളാഹിൻ്റെ തീരുമാനം എന്താണ്? അല്ലദീന കഫറു, സത്യനിഷേധികൾ, യതമത്തഊന, അവർ സുഖിക്കുന്നു, സംഭോഗം ചെയ്യുന്നു, ആഡംബരത്തിൽ ജീവിക്കുന്നു, വയഅകുലൂന, അവർ തിന്നുന്നു, കമാ തഅകുലുൽ അൻആം, തിന്നേണ്ടതുപോലെ ആയിട്ടില്ല, 4 കാലി മൃഗങ്ങൾ തിന്നും പോലെ. നാം ചേഞ്ച് ആവണം. നാം മദീനയിലേക്ക് വരുമ്പോൾ പഠിക്കേണ്ട തത്വമാണ് എന്ത്? ചേഞ്ച്. റസൂലുള്ളാഹി ഇവിടെ കടന്നു വന്നു, ചേഞ്ച് ചെയ്തു. ആദ്യമായിട്ട് കടന്നു വന്നപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാട്ടുകാർക്ക് മുമ്പ് പരിചയമില്ലാത്തതായ ഒരു ആദർശവുമായിട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ എന്ത് വേണം? ആ ആദർശത്തിലേക്ക് കടന്നു വരാൻ ഒരുക്കമുള്ള തയ്യാറുള്ള ആളാക്കി അവരെ മാറ്റണം. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ റസൂലുള്ളാഹി ചെയ്ത കൂട്ടത്തിൽ മുമ്പുള്ള പേര് തന്നെ ഈ നാട്ടിന് വേണ്ടാതെ വെച്ചു. മുമ്പുള്ള പേരെന്താണ്? യസ്രിബ് എന്നാണ്. പുതിയ പേരെന്താണ്? അൽ മദീന. അൽ മദീന. ഈ നാട്ടിൻ്റെ പേര് തന്നെ മാറ്റി റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം വരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇബ്രാഹിം മക്കയെ ഹറമാക്കി, ഞാനിതാ മദീനയെ പവിത്രതയുള്ള ഭൂമിയാക്കി പ്രഖ്യാപിക്കുന്നു. നിങ്ങളിപ്പോൾ കടന്നു വന്നപ്പോൾ തബൂക്കിൽ നിന്ന് വരുമ്പോഴുള്ള റോട്ടിൽ നിന്നിട്ട് കടന്നു വരുമ്പോൾ ഖുർആൻ പ്രണീം കോംപ്ലക്സിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു വലിയ ബോർഡ് കണ്ടു. നിങ്ങൾ മദീനയിലേക്ക് ഖത്തറിൽ നിന്നിട്ട് വന്നവരായ എൻ്റെ മുമ്പിലുള്ള അതിഥികൾ, നിങ്ങൾ മദീനയിലേക്ക് എവിടുന്നാണ് കടന്നു വന്നത്? മക്കയിൽ നിന്ന് കടന്നു വന്നപ്പോൾ ദുൽഹുലൈഫ എന്ന ബീർ അലി എന്നതായ ആ ഭാഗത്തിൽ കൂടി കടന്നു വന്നപ്പോഴും വലിയ ബോർഡ് കണ്ടു. എയർപോർട്ടിൽ നിന്നിട്ട് വരുന്നവരാണെങ്കിൽ എയർപോർട്ടിൽ കൂടി വരുമ്പോൾ എയർപോർട്ട് റോട്ടിൽ ഒരു വലിയ ബോർഡ് കാണുന്നു. ഈ ബോർഡുകളുടെ എല്ലാം പരിസരത്തിൽ വേറെയും ചെറിയ ഉപബോർഡിലുണ്ട് ഇത് അമുസ്ലിങ്ങളുടെ റോഡാണ്, അമുസ്ലിങ്ങൾക്കുള്ളതാണ്, മുസ്ലിങ്ങളെ ഇവിടെ കടക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ഉപബോർഡാണ്. വലിയ ബോർഡ് എന്താണ്? ഞാൻ നേരത്തെ ഓതിയതായ ബുഖാരിയിലുള്ള, മുസ്ലിമിലുള്ള അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസ്. അതെന്താണ്? അൽ മദീനത്തു ഹറം. നിങ്ങൾ ഈ കടക്കാൻ പോകുന്ന ഈ പട്ടണം അള്ളാഹുവിൻ്റെ പവിത്രതയുള്ള ഭൂമിയാണ്, സാധാരണ ഭൂമിയല്ല. മാബൈന ഐർ എന്ന കുന്നിൻ്റെയും സോറി എന്ന കുന്നിൻ്റെയും ഇടയിലുള്ളതായ സ്ഥലമാണത്. എന്താ പ്രത്യേകത? ഭൂമിയുടെ പ്രത്യേകത മൻ അഹ്ദസ ഫീഹാ ഹദസൻ, അത് പവിത്രതയുള്ളതായതുകൊണ്ട് തന്നെ അവിടെ പവിത്രതയ്ക്ക് വിപരീതമായ ഒന്നും കാട്ടാൻ പാടില്ല. അതുകൊണ്ട് പവിത്രതയ്ക്ക് വിപരീതമായ വല്ലതും അവിടെ വെച്ചിട്ട് ആരെങ്കിലും കാട്ടിയാൽ ഹദസ് എന്ന വാക്കിന് നമ്മുടെ നേതാക്കളിൽ ഒരു നേതാവായ ഹദീസ് പാണ്ഡിത്യത്തിൽ ഇമാമുദ്ദീൻ ഹദീസ്, അന്നത്തെ കാലഘട്ടത്തിൽ ഇൽമുൽ ഹദീസിന്റെ ഇമാമാണ് ദുനിയാവിൻ്റെ എന്ന് പേര് വെക്കപ്പെട്ട ബുഖാരിയുടെ ശറഹ് എഴുതിയതായ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ഇത് റസൂലുള്ള മറ്റൊരു ഹദീസിൽ പറഞ്ഞതായ ആ അർത്ഥമാണ് ഈ ഹദീസിന് കൊടുക്കേണ്ടത്. അതെന്താണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, ഈ മതത്തിൽ ഇല്ലാത്തതായ ആനപ്പോക്കുകളോ സന്തൽപ്പോക്കുകളോ അല്ലെങ്കിൽ ജന്മദിനാഘോഷങ്ങളോ മരണദിനാഘോഷങ്ങളോ അല്ലെങ്കിൽ ഈ മതത്തിലില്ലാത്തതായ ഓണം കൊണ്ടാടലുകളോ അല്ലെങ്കിൽ ക്രിസ്തുമസ് കൊണ്ടാടലുകളോ അല്ലെങ്കിൽ ഈ മതത്തിലില്ലാത്തതായ ഖബർ കെട്ടിപ്പൊക്കലുകളോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലുകളോ അല്ലെങ്കിൽ ഈ മതത്തിലില്ലാത്ത ഏത് ക്രിസ്ത്യാനികളുടെ അനാചാരങ്ങൾ അല്ലെങ്കിൽ ജൂതന്മാരുടെ അനാചാരങ്ങൾ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളുടെ അനാചാരങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ മുഹൈദീങ്ങൾ കാട്ടാത്തതായ ആ അനാചാരങ്ങൾ, ഏതെങ്കിലും അനാചാരങ്ങളുണ്ടോ അവകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
മൻ അള്ളാഹു അവനിൽ നിന്നിട്ട് അത് സ്വീകരിക്കുന്നതല്ല. അതിൻ്റെ പേരാണ് എന്ത്? ബിദ്അത്ത് എന്ന്. അതാണ് ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെട്ടത്. ഏത് ഹദീസിൽ? ഈ വെണ്ടേ കഷറത്തിൽ ബോർഡിൽ എഴുതി വെച്ചതായ ഹദീസിൽ. എന്ത്? ഈ ഭൂമിയിൽ വെച്ചിട്ട് ആരെങ്കിലും ഈ ദീനിലില്ലാത്തതായ എന്തെങ്കിലും അനാചാരങ്ങൾ ചെയ്താൽ എന്താ വരാൻ പോകുന്നത്? കേട്ടോളീൻ, ബുഖാരിയിലാണ് മുസ്ലിമിലാണ് ഹദീസ്. റസൂൽ പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹ് ശപിക്കട്ടെ, അള്ളാഹിൻ്റെ ശാപം അവനിലുണ്ടാവട്ടെ. വൽ മലായിക, മലക്കുകളുടെ ശാപം അവനിലുണ്ടാവട്ടെ. വന്നാസി അജ്മഈൻ, മനുഷ്യന്മാരുടെ എല്ലാം ശാപം അവനിലേക്ക് മടങ്ങട്ടെ. മഹാ അപകടം. ഭൂമിയുടെ പ്രത്യേകത മനസ്സിലാക്കലും അതോടൊപ്പം ഈ ഭൂമിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള വിരോധിച്ചതായ ആ ബിദ്അത്തുകളുടെ ഗൗരവം, ദീനിലില്ലാത്തതിനോടുള്ള വെറുപ്പ് അല്ലാഹ്ക്ക്. എന്താ പ്രശ്നം? മാലിക് ഇമാമ് പറയുന്നു. മാലിക് ഇമാമിനെ പരിചയമില്ലേ? മദീനക്കാരൻ, 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ ഒരു ഇമാമ്. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത പേര് തന്നെ ഇമാമു ദാരിൽ ഹിജ്റ. നബി ഹിജ്റ പോയ നാട്ടിൻ്റെ ഇമാമ്. നബി ഹിജ്റ പോയ നാട്ടിൻ്റെ ഇമാമ്. റസൂൽ വഫാത്തായതിന് ശേഷം 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന ആളാണ് ആര്? മാലിക് ഇമാം. മാലിക് ഇമാം പറയുകയാണ്, ആരെങ്കിലും ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചെയ്യാത്ത ഒരു കാര്യം ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ, അത് ജന്മദിനാഘോഷമാവട്ടെ, മരണദിനാഘോഷമാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് തെറ്റുകളാവട്ടെ ചെയ്താൽ അതിൻ്റെ അർത്ഥം റസൂലുള്ള വഞ്ചകൻ എന്നതാണ്. മാലിക് ഇമാമിൻ്റെ വാക്കാണ്. റസൂലുള്ള വഞ്ചകൻ. എന്തുകൊണ്ട്? എന്താ റസൂലുള്ള പഠിപ്പിക്കാത്ത? റസൂലുള്ള ലോകത്തോട് വിട വാങ്ങുന്നതിന് മുമ്പ് റസൂൽ തന്നെ പറഞ്ഞ വാക്കുകളിൽപ്പെട്ടതാണ് എന്ത്? എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, സ്വർഗത്തിലേക്ക് എത്താനുള്ള റൂട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാതെ റസൂൽ മരിക്കുക തന്നെ ഇല്ല, നമ്മോട് വിട വാങ്ങുക തന്നെ ഇല്ല. എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ ആ തിന്മയെക്കുറിച്ച് മുൻകൂട്ടി നമുക്ക് വിവരം തരാതെയും ആ തിന്മയിൽ പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് മുന്നറിയിപ്പ് തരാതെയും റസൂലുള്ള നമ്മോട് വിട വാങ്ങിയിട്ടില്ല. അതാണ് റസൂലുള്ളാഹിയുടെ ദൗത്യം ഇവിടെ 23 കൊല്ലത്തിലൂടെ. അതുകൊണ്ട് തന്നെ റസൂലുള്ള അറഫയോട് ലോകത്തോട് വിട വാങ്ങുന്ന യാത്ര പറഞ്ഞ വേളയിൽ ഹജ്ജത്തുൽ വദായിൽ അറഫയിൽ വെച്ചിട്ടും മിനയിൽ വെച്ചിട്ടും സംസാരിച്ച സംസാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളിൽപ്പെട്ടതാണ്, നിങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ചു പോകുന്നത് 2 സാധനമാണ്. ഒന്ന് അല്ലാഹുവിൻ്റെ കലാം, മറ്റൊന്ന് എൻ്റെ 23 കൊല്ലത്തെ ജീവിതത്തിൻ്റെ രക്തച്ചുരുക്കം, അല്ലെങ്കിൽ ജീവിതം, ആ ജീവിത രീതി, അതാണ് സുന്നത്ത്. അത് ഈ 2 അത് ഖുർആൻ്റെ വിശദീകരണമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഇത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് നിന്നിനാവേണ്ടതില്ല, നികൃഷ്ടരാവേണ്ടതില്ല, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആരും നിങ്ങളെ നാട് കടത്തൂല, നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല, നിങ്ങളുടെ അഭിമാനം പിച്ച് ചീന്തപ്പെടുകയില്ല, നിങ്ങൾക്ക് അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കുമെന്ന സൂചനകൾ അവിടെ വെച്ചിട്ട് ലഭിച്ചതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നീണ്ട പ്രശസ്ത ലോക മുസ്ലിങ്ങൾക്ക് പരിചയമുള്ള ആ 23 കൊല്ലത്തെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ രക്തച്ചുരുക്കം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഖുതുബോധി കഴിഞ്ഞിട്ട് മിമ്പറിന്റെ മീതെ നിന്ന് താഴെ മസ്ജിദു അറഫ എന്ന അല്ലെങ്കിൽ മസ്ജിദ് നമിറ എന്ന പള്ളിയിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ മസ്ജിദ് ഇബ്രാഹിം എന്ന പള്ളിക്ക് പേരുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇറങ്ങുന്ന ഖുർആനിൻ്റെ അവസാനത്തെ ആയത്തുകളിൽപ്പെട്ട ഒരായത്ത് സൂറത്തുൽ മാഇദയിലൂടെ. അതെന്താണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. മതം പൂർത്തിയായി. ഇത് ഉറൂസില്ലാത്ത, അനിസ്ലാമിക നേർച്ചയില്ലാത്ത, ആനപ്പോക്കില്ലാത്ത, സന്തല് പോക്കില്ലാത്ത, ഖബർ കെട്ടിപ്പൊക്കലുകളില്ലാത്ത, അമുസ്ലിങ്ങളുമായിട്ട് ഹിന്ദു മുസ്ലിം മൈത്രിയില്ലാത്ത, അല്ലെങ്കിൽ അമുസ്ലിങ്ങളുമായിട്ട് ലയനമില്ലാത്ത ആ മതം ഇതാ പൂർത്തിയായി കഴിഞ്ഞു. ഇത് ആ മതം പൂർത്തിയായി എന്ന് പറയുമ്പോൾ എന്തില്ല? ഇന്ന് ലോകത്തിൽ കാണുന്ന ഇസ്ലാമിൽ ഇല്ലാത്ത അനാചാരങ്ങൾ, സൗദി അറേബ്യയിൽ ഔദ്യോഗികമായിട്ടില്ലാത്ത അനാചാരങ്ങൾ, ഔദ്യോഗികമല്ലാതെ ഇവിടെ തെറ്റ് ചെയ്യാനാണ് പ്രയാസം, നന്മ ചെയ്യാൻ പ്രയാസമില്ല. 5 വക്ത് നിസ്കരിക്കാനോ വല്ല പ്രയാസമുണ്ടോ? ഇവിടെ 5 വക്ത് നിസ്കരിച്ചില്ലെങ്കിൽ ആ പ്രയാസം. കട പൂട്ടിയിട്ട് അകത്ത് കൂടുന്നവരുണ്ട്, മലയാളികളുണ്ട് അറിയാത്തവർ. ഇത് മുത്തവ്വനെ പഠിച്ചിട്ട് അള്ളാഹനെല്ലാം പേടി മുത്തവ്വനെയാണ്. അതെ, ചില ആൾക്കാർ, ഞാൻ ഒരു സ്ഥലത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി തായിഫിലേക്ക് പോയി. നിങ്ങൾ ക്ഷീണം മാറാനായിക്കോട്ടെ, യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണത്തിലാണല്ലോ. തായിഫിൽ നിന്ന് എൻ്റെ ലോഡ്ജിൽ നിന്നിട്ട് ഞാൻ താഴെ നോക്കുമ്പോൾ മുത്തവ്വ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുകയാണ്. ഞാൻ മുഖം നോക്കിയപ്പോൾ എൻ്റെ കുട്ടികൾ പലരും സൗദികളാണ്. അവർ നോക്കിയിട്ട് പറഞ്ഞു, അല്ല വാപ്പ, ഇവരൊക്കെ ഇത് നമ്മുടെ കേരളക്കാരാണെന്നാണ് തോന്നുന്നത്.
ഞാനും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ സംഗതി കേരളക്കാരാണ്. പിന്നെ എന്താ അവർ പള്ളിയിലേക്ക് പോകാത്തതെന്ന് രണ്ടാമത്തെ ചോദ്യം. സംഗതി എന്താണ്? അധികവും മുസ്ലിങ്ങളാണ്. മുത്തവ്വൻ്റെ മുമ്പിൽ അമുസ്ലിങ്ങളായി അഭിനയിക്കുക. മുത്തവ്വൻ്റെ മുമ്പിൽ വടിപൊടി പൊക്കുമ്പോൾ തന്നെ മുസ്ലിം അല്ലാന്ന് പെട്ടെന്ന് പറയാം. അത്രയും ചെങ്കൂറ്റം. ദീനോടുള്ള ബന്ധം കണ്ടില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാം എവിടെയായിരുന്നു കഥ പറയുന്നതിന് മുമ്പ്? ഹദീസിൻ്റെ വിശദീകരണമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദർശകർ മാത്രമല്ല, സ്ഥിരം ഇവിടെ താമസിക്കുന്നവരും മനപ്പാടമാക്കി വെക്കേണ്ടതായ ഭാഗമാണിത്. കാരണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ. അള്ളാഹുവിൻ്റെ ദൂതർ പറയുന്നു, ആരെങ്കിലും മതത്തിലില്ലാത്ത ഒരു കാര്യം ഈ നാട്ടിൽ ചെയ്താൽ, ഇത് ഈ നാട്ടിലേക്ക് വരുന്നവർ പഠിക്കാൻ വേണ്ടി തന്നെ ഈ നാട്ടിൻ്റെ കവാടങ്ങളിൽ എഴുതി വെക്കപ്പെട്ടു. അത് നിങ്ങൾ വായിച്ച് കാണും. ഇവിടെ അനാചാരം ചെയ്താൽ അള്ളാഹ് അവനെ ശപിക്കട്ടെ, മലക്കുകൾ ശപിക്കട്ടെ, മനുഷ്യന്മാർ ശപിക്കട്ടെ. ലാ യഖ്ബലുല്ലാഹു മിൻഹു, അവനിൽ നിന്നിട്ട് അള്ളാഹ് സ്വീകരിക്കുന്നതല്ല സർഫൻ വലാ അദ്ല. വേറെ റിപ്പോർട്ടിൽ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ, രണ്ടും തന്നെയാണ് സംഗതി. അവനിൽ നിന്നിട്ട് അദ്ലോ സർഫോ അഥവാ ഫർളോ സുന്നത്തോ ആയ ഒരു അമലും അള്ളാഹ് സ്വീകരിക്കുന്നതേ അല്ല. അതുകൊണ്ട് ദീനിലില്ലാത്തൊരു കാര്യം ചെയ്യുക എന്നത് മഹാ അപകടമാണ് എന്ന ഭാഗം മദീനയിലേക്ക് വരുന്നവർ പഠിക്കുന്നു. രണ്ടാമതായിട്ട് മദീന ചേഞ്ചി പഠിപ്പിക്കുന്ന മതമാണ്. ചേഞ്ച് എന്തിലേക്കാണ്? തിന്മയിൽ നിന്നിട്ട് നന്മയിലേക്ക്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم. അള്ളാഹുവിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്, ശരിയയിൽപ്പെട്ടതാണ് അടിമകൾ തിന്മയിൽ നിന്നിട്ട് നന്മയിലേക്ക് മടങ്ങുന്ന കാലഘട്ടത്തോളം, മടങ്ങാത്ത കാലഘട്ടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരിശോധിച്ചു കൊണ്ടേ ഇരിക്കും, അദാബുകൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കും. നന്മയിലേക്കാണ് മടങ്ങുന്നതെങ്കിലോ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടേ ഇരിക്കും എന്നതാണ്. അതാണ് മദീനയിൽ സംഭവിച്ചത്. അല്പകാലഘട്ടം കൊണ്ട് എന്താ ഈ നാട് മാറിയത്? നാട് കടത്തപ്പെട്ടതായ ആൾക്കാർ പണ്ടൊക്കെ ഉത്ബത്ത് ഇബ്നു ഗസ്വാൻ പറയാണ് കാലുകൊണ്ടും കൈകൊണ്ടും കല്ലുകൊണ്ടും വടികൊണ്ടും തീ കൊണ്ടും അല്ലാതെയും അടിച്ച് ഞങ്ങളെ ദ്രോഹിച്ച് ഞങ്ങളെ നേതാവിനെയും പിടിച്ച് ഷുഐബ് അലിയിൽ 3 കൊല്ലം താമസിപ്പിച്ച് ഭക്ഷണമില്ല, വെള്ളമില്ല, ബന്ധമില്ല, ഒരു നിലക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല. കാഷ്ടിക്കുന്ന കാഷ്ടത്തിൻ്റെ കോലം, അദ്ദേഹം പറയാണ്, കാഷ്ടത്തിൻ്റെ കോലം ആടുകൾ കാഷ്ടിക്കും പോലെയുള്ള കാഷ്ടങ്ങളായി മാറി ഞങ്ങളുടെ കാഷ്ടങ്ങൾ. കാരണം വയറ്റിലൊന്നുമില്ല. പലപ്പോഴും ആരെങ്കിലും ഒളിപ്പിച്ചു കൊണ്ടുവരുന്ന ഇലകൾ മാത്രം. നമ്മുടെ നേതാക്കൾ കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ കൈ കൊണ്ടെന്നാം മാത്രമുള്ളതായ കൊല്ലങ്ങൾ വിട്ട് കടന്നപ്പോൾ അവരമീറന്മാരായി, അവർ ഗവർണർമാരായി, അവർ നേതാക്കളായി, അവർ ലോകത്തെ വെല്ലുവിളിക്കുന്നവരായി, അവരെ ലോകം പേടിക്കുന്നവരായി. ഉമർ പണ്ട് മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കാൻ വേണ്ടി ഉരപ്പെട്ട വാളുമായി വന്നതായ ഉമർ ഈ മദീനയിലേക്ക് എത്തിയതായ കാലഘട്ടത്തിൽ മഹാനായ ഉമർ റസൂലുള്ളാഹി വഫാത്തായ ശേഷം അദ്ദേഹം ഗവർണറായ കാലഘട്ടത്തിൽ വെറുതെ ഇങ്ങനെ റോമൻ ചക്രവർത്തിമാരുടെ ഭാഗത്ത് ഇങ്ങനെ കളവ് പ്രചരിക്കപ്പെട്ടു പോലെ എന്ത് ഉമറും പട്ടാളവും പുറപ്പെട്ടു എന്ന്. അങ്ങനെ അവിടെ കൊട്ടാരങ്ങളിലുള്ളതായ ഗർഭിണികൾ പേടിച്ച് പ്രസവിച്ചു പോയതാണ്. അതാണ്. എന്താ ഉമറിൻ്റെ കയ്യിൽ ജെറ്റ് വിമാനമോ ഫേറിൻ്റെ വിമാനമോ ആറ്റം ബോംബോ അണുബോംബോ വല്ലതുമുണ്ടോ? ഇല്ല. അങ്ങനെയായിരുന്നു അവർ മാറിയത്. എന്തിലൂടെ? തൗഹീദിലൂടെ, ആദർശത്തിലൂടെ, ഇസ്ലാമിലൂടെ, ഖുർആനിലൂടെ, സുന്നത്തിലൂടെ ചേഞ്ച് ഉണ്ടാക്കി എന്നതാണ്. അവർ ചേഞ്ച് ഉണ്ടാക്കി. സത്യത്തിൻ്റെ മുമ്പിൽ അങ്ങനെയാണ് അവർ. അസത്യത്തിൻ്റെ മുമ്പിൽ പതരാത്ത പാദത്തോടെ, ചിതരാത്ത ചിത്തത്തോടെ അവർ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന വിഭാഗമായി മാറിയതായ നമ്മുടെ നേതാക്കൾ ജീവിച്ച നാട്ടിലേക്ക് വരാൻ ചാൻസ് കിട്ടിയവരെ അവരിവിടെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരന്ന ശൈലി എന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപദേഷ്ടാക്കളും നിങ്ങളുടെ അമീർമാരും നിങ്ങളുടെ പണ്ഡിതന്മാരും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം. ചിലത് ഞാൻ സൂചന മാത്രം നൽകുന്നു. പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നാമതായിട്ട് നിങ്ങൾ കേട്ടത്, ഈ മദീനയിലേക്ക് എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതർ മദീനയ്ക്ക് വേണ്ടി ചെയ്തതായ പ്രത്യേകതകൾ എന്തായിരുന്നു? ഒന്ന്, ആദർശ സംരക്ഷണം. 2, സാമ്പത്തിക സംരക്ഷണം. 3, ആരോഗ്യ സംരക്ഷണം.
ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന ശേഷം ഉണ്ടായതായ അള്ളാഹു നൽകിയതായ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ആദർശ സംരക്ഷണത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാടുപെട്ട ശൈലി ഞാൻ നേരത്തെ കേൾപ്പിച്ചു. വന്നപ്പോൾ തന്നെ കൽപ്പിച്ചതായ കൽപ്പനകളാണ്. ഇത് പവിത്രതയുള്ള നാടാണ് എന്നതും ഇവിടെ ഏകദൈവ വിശ്വാസികൾക്ക് മാത്രമാണ് ഇത് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജൂതന്മാരോട് കടന്നു വരാനും പറഞ്ഞു. ജൂതന്മാർ കടന്നു വരാൻ തീരുമാനിക്കാത്തവരോട് പോരാടാൻ തീരുമാനിച്ചു. പോരാടി ഒരു നിലക്കും അവർ നന്നായി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ കശാപ്പ് ചെയ്ത് അവസാനിപ്പിച്ചു. അങ്ങനെ കാട്ടേണ്ടി വന്നു. ചിലർ സുബ്ഹാനല്ലാഹ് നാട് കടത്തപ്പെട്ടു, ചിലർ ഖൈബറിൽ പോയി താമസിച്ചു, ചിലർ മറ്റു പല ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് ഒഴിവായി. എന്നല്ലാതെ മുസ്ലിങ്ങൾ ഒരു കൈ കൊണ്ട് എണ്ണാൻ മാത്രമുള്ള ആൾ വരേക്കും ജൂതന്മാരിൽ നിന്നിട്ട് മുസ്ലിം ആയിട്ടില്ല. അതേസമയത്ത് ആയിരക്കണക്കിന് ജൂതന്മാരിവിടെ താമസിക്കാറുണ്ടായിരുന്നു. അത്രയും ഈ മതത്തോടുള്ള കഠിന ശത്രുക്കളാണ് എന്ന് ഖുർആൻ പറയുന്നു. ഇന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനൂ അൽ യഹൂദ്. അങ്ങനെയല്ലേ? ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് ശത്രുത പുലർത്തുന്നവരായിട്ട് നിങ്ങൾക്ക് കാണാം. ആരെ? ജൂതന്മാരെ. അത് നാം കണ്ടതാണ് റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും പ്രയാസമുണ്ടായതും അവരിലൂടെ തന്നെയായിരുന്നു. നബിയെ വധിക്കാൻ വേണ്ടി പലപ്പോഴും പളയനിട്ടിരുന്നു. അവിടേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശ സംരക്ഷണത്തിന് വേണ്ടി ആദ്യം പാടുപെട്ടു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വാമ്പിച്ച വിജയമുണ്ടായി. ആദർശം ഇവിടെ സ്ഥാപിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കാൻ, അതിൻ്റെ പിന്നാണ് നടത്താൻ ബുദ്ധിപൂജകന്മാരോടും അതുപോലെ തന്നെ മതം പൊട്ടി ജീവിക്കുന്നവരോടും അതുപോലെ തന്നെ കണ്ടതും കേട്ടതും പൂജിക്കുന്നവരോടും എല്ലാം വെല്ലുവിളിച്ച് മത്സരിച്ച് അവരെ നന്നാക്കിയെടുത്ത് അല്ലെങ്കിൽ അവരെ കഥ കഴിച്ച് കശാപ്പ് ചെയ്ത് ഈ നാട്ടിനെ ക്ലിയറാക്കി ശുദ്ധീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ഈ നാട്ടിൽ അൻസാറുകൾ അങ്ങേയറ്റം ആഹ്ലാദിച്ചതായ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് കടന്നതായ ബനു അംർ ഇബ്നു ഔഫിൻ്റെ നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി കെട്ടാൻ കാരണമെന്ത് എന്നത് നിങ്ങൾ വരുന്നതിന് മുമ്പ്, അഥവാ തബൂക്കിൽ നിന്നിട്ട് വന്നവർ വരുന്നതിന് മുമ്പ് ഇവിടെ ഞങ്ങൾ സംസാരിച്ച് വരികയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവരോട്, എന്ത്? അള്ളാഹുവിന് ഏറ്റവും പ്രധാനം ഈ ഭൂമിയിൽ ആ ഷിട്ടികളെ ഷിട്ടിച്ച ലക്ഷ്യം ഇവിടെ നിറവേറ്റാനുള്ളതായ ഗേഹങ്ങൾ ഉണ്ടാവണം. അതിന് മക്കയിൽ കഅബയെ അള്ളാഹു സ്ഥാപിച്ചു. മദീനയിൽ അള്ളാഹിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കയ്യാലെ മസ്ജിദുൻ നബവിയും മസ്ജിദ് ഖുബയും സ്ഥാപിച്ചു.